നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അല്പസമയ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യമാണ്. അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, അവൻ മുഖാന്തരം ലോകം ഉളവായി, എന്നാൽ ലോകം അവനെ തിരിച്ചറിഞ്ഞില്ല. ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ഓർമ്മ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ, അമ്മ, കുഞ്ഞുങ്ങൾ അല്ലേ? തീർച്ചയായിട്ടും ഇവരിൽ ആരെങ്കിലും ഒരാളില്ല എന്നുണ്ടെങ്കിൽ ഫാമിലി ഒരിക്കലും കംപ്ലീറ്റ് ആവത്തില്ല. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ വർക്കുണ്ടല്ലേ, അല്ലെങ്കിൽ ഓരോരോ പ്രവർത്തനങ്ങളുണ്ട് അവർക്ക് ചെയ്ത് തീർക്കാനായിട്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരാൾ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ഒരു ഫാമിലിയിൽ ഒരാളുടെ സ്ഥാനം ഒന്ന് മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം ഫില്ല് ചെയ്യാനായിട്ട് ആ ഒരു വ്യക്തി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ഫാമിലി ആ ഒരു കംപ്ലീഷനിലേക്ക് എത്തുകയില്ല എന്ന് നമുക്ക് തികച്ചും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഫാമിലിയെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയൊരു ഘടകം ആരാണെന്നറിയാവോ? അച്ഛൻ നമുക്കറിയാം, ഏറ്റവും വലിയൊരു സപ്പോർട്ടിനും അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിനും കൂടുതലായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അച്ഛനെ തന്നെ ആയിരിക്കും. എന്നാൽ അമ്മ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ആ ഒരു ഫാമിലി എങ്ങനെ ആയിത്തീരും എന്നുള്ളത്. സ്കൂൾ വിട്ട് വരുന്ന ഓരോ കുട്ടികളും ആദ്യം ആ വീട്ടിലേക്ക് കയറി വന്ന് വിളിക്കുന്നത് അച്ഛ എന്നായിരിക്കത്തില്ല, തീർച്ചയായിട്ടും അമ്മേ എന്നായിരിക്കും. അമ്മയെ ചോറെടുക്ക്, അമ്മയെ ഇതെടുത്ത് വെക്ക്, ലഞ്ച് ബോക്സ് എടുത്ത് വെക്ക്, അല്ലെങ്കിൽ ഇതെടുക്ക്, എൻ്റെ യൂണിഫോം എവിടെ, അതെവിടെ, എവിടെ എന്നൊക്കെ ചോദിച്ച് എപ്പോഴും ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അമ്മയെ തന്നെയായിരിക്കും. ഇതുപോലെ തന്നെയാണ് ഹസ്ബൻഡും അല്ലേ? തീർച്ചയായിട്ടും ആ ഒരു കുടുംബത്തിൽ എപ്പോഴും മുഴങ്ങി കേൾക്കുന്ന ശബ്ദം, അല്ലെങ്കിൽ ആ ഒരു പേരെന്ന് പറയുന്നത് അമ്മയുടേത് തന്നെ ആയിരിക്കും. ആ ഒരു ഭവനത്തിൽ അമ്മ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കണ്ണില്ലാത്തതുപോലെ തന്നെയല്ലേ? ആ ഒരു അമ്മയുടെ മൂല്യം എത്ര വലുതാണെന്ന് അവർ നഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കൊരു ഫാമിലിയുടെ കഥയിലേക്ക് പോകാം. ആ ഫാമിലിയിൽ ഇതുപോലൊരു അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന, എല്ലാവരുടെ ആവശ്യങ്ങൾ ഇഷ്ടപ്രകാരം നടത്തിക്കൊടുക്കുന്ന, യഥാസമയം എല്ലാം കൺമുന്നിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു നല്ല സ്നേഹനിധിയായ ദൈവവിശ്വാസിയായ ഒരമ്മ ഉണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് എല്ലാവരെയും ഇഷ്ടമായിരുന്നു. പക്ഷേ അവിടെയുള്ള എല്ലാവർക്കും അമ്മയെ ഇഷ്ടമല്ലായിരുന്നു. ചിലർക്ക്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ ദേഷ്യവും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ഒന്നും ദഹിക്കത്തില്ലായിരുന്നു. ഈ കുട്ടികൾ എപ്പോഴും അച്ഛനോട് പറയും, അച്ഛ എന്തൊരു സ്വഭാവമായി ഈ അമ്മയുടെ, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യവാ, എനിക്ക് അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല, ഈ ഡ്രസ്സ് ഇടാൻ പാടില്ല, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, എല്ലാത്തിനും നോ. ഈ ഒരു അമ്മയെ ഞാൻ എങ്ങനെ സഹിക്കും എന്ന് ഈ കുട്ടികളെന്നും അച്ഛൻ്റെ അടുത്ത് വേവലാതി പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കെ ഈ അമ്മയ്ക്ക് ഒരു വലിയ രോഗം പിടിപെടുകയാണ്. ഒരു ബ്ലഡ് ക്യാൻസർ വരികയാണ് കേട്ടോ. അപ്പോൾ ഈ ബ്ലഡ് ക്യാൻസർ വന്ന് ഈ സ്ത്രീ 2 മാസം കൂടി ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് ഡോക്ടർ വിധി എഴുതുവാണ്. ഈ 2 മാസത്തിൽ ഈ സ്ത്രീ വിചാരിക്കുന്നത് എന്താണെന്നറിയാം? ഈ ഒരു അമ്മ വിചാരിക്കുന്നത് തൻ്റെ മക്കൾ അനാഥരായി പോകുമല്ലോ എന്നുള്ള ചിന്തയാണ്. പക്ഷെ ആ കുട്ടികൾക്കും ഒരു ചെറിയ പേടിയൊക്കെ വന്നു തുടങ്ങി. കാരണം തങ്ങൾ ഇനി തൊട്ട് അമ്മ ഇല്ല എങ്കിൽ, അമ്മ നഷ്ടപ്പെട്ടാൽ ഈ ജോലിയെല്ലാം തങ്ങൾ വെറുതെ തനിയെ ചെയ്യേണ്ടി വരും. എല്ലാ കാര്യങ്ങളിലും ഓടിയെത്താൻ അമ്മയെപ്പോലെ തങ്ങൾക്ക് സാധിക്കുമോ? ഇങ്ങനെയൊക്കെ ടെൻഷനായിട്ട് അച്ഛനും കുട്ടികളും ഒക്കെ ഇരിക്കുവാണ്. അങ്ങനെ ഒരു ദിവസം അമ്മ മരണപ്പെടുവാണ്. അപ്പോൾ ഈ മരണത്തിന് ശേഷം എന്തായി ആ ഫാമിലിയുടെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു കോൾ വരുന്നുണ്ട് കേട്ടോ. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഞാൻ കൊല്ലത്തുനിന്ന് റീന. ഓക്കെ ആന്റി, സുഖായിരിക്കുന്നോ? സുഖായിരിക്കുന്നു മോളെ. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു ആന്റി, സുഖം. വീട്ടില് എല്ലാവരും ഓക്കെ ആണല്ലോ? സുഖമാണല്ലോ? എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ ആന്റി, സന്തോഷം. അപ്പോ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? തീർച്ചയായിട്ടും കാണാറുണ്ട്. ഉണ്ട്.
ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോവാം. റീന ആൻറ്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: യഹോവയുടെ വാൾ നിറഞ്ഞിരിക്കുന്നത് ആരുടെ രക്തം കൊണ്ടാണ്? അത് പൊതിയപ്പെട്ടിരിക്കുന്നത് ആരുടെ കൊഴുപ്പ് കൊണ്ടാണ്? 2 ചോദ്യങ്ങളാണ്. വാൾ നിറഞ്ഞിരിക്കുന്നത് ആരുടെ രക്തം കൊണ്ടാണ്? അടുത്തത്, അത് പൊതിയപ്പെട്ടിരിക്കുന്നത് ആരുടെ കൊഴുപ്പ് കൊണ്ടാണ്? ഓക്കെ മോളെ, പറയട്ടെ. പറഞ്ഞോളൂ ആൻറ്റി. ഏദോമിൽ എന്റെ ശബ്ദാർത്ഥിത ജാതിയുടെ മേലും ന്യായവിധിക്കായി ഇറങ്ങി വരും. യഹോവയുടെ വാൾ രക്തം കൊണ്ടും കൊഴുപ്പ് പൊതിഞ്ഞു വരും. അതെ, ആരുടെ രക്തം കൊണ്ടും ആരുടെ കൊഴുപ്പ് കൊണ്ടുമാണ് അത് നിറഞ്ഞിരിക്കുന്നത്? കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ട്. ഓക്കെ, ആരുടെ കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ട്. അടുത്ത് കൊഴുപ്പ് ആരുടെ കൊഴുപ്പ് കൊണ്ടാണ്? ആട്ടുകൊറ്റന്മാരുടെ മൂത്രപിണ്ഡങ്ങളുടെ കൊഴുപ്പ് കൊണ്ട്. ഓക്കെ ആൻറ്റി, ശരി ഉത്തരമാണ്. കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ടും ആട്ടുകൊറ്റന്മാരുടെ വൃക്കകളുടെ കൊഴുപ്പ് കൊണ്ടും. ഓക്കെ ആൻറ്റി, ശരി ഉത്തരമാണ് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, ഇതൊക്കെയും സംഭവിക്കുന്നത് എന്നാണ്? ഇതൊക്കെയും സംഭവിക്കുന്നത് എന്നാണ്? ഈ വാളെടുക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? അതൊന്ന് ഓർത്താ മതി. ഇതൊക്കെയും സംഭവിക്കുന്നത് എന്നാണ്? യഹോവ പ്രതികാരം നടത്തുന്ന ദിവസത്തിൽ. ശരി ഉത്തരവാണ് ആൻറ്റി, യഹോവ പ്രതികാരം നടത്തുന്ന ദിവസം. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് ഈ സന്തോഷത്തിൽ ഒരു പാട്ട് പാടിയാലോ? ഓക്കെ ആൻറ്റി, പാടിക്കോളൂ. മരിച്ചവരെ ഉയർപ്പിച്ചതാം, രോഗികളെ വിടുവിച്ചതാം, മരിച്ചവരെ ഉയർപ്പിച്ചതാം, രോഗികളെ വിടുവിച്ചതാം, കൊടും കാറ്റിലെ അരക്കിയതാം നിന്റെ ഒരു മതിയെനിക്ക്. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ, മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കുമതിയെനിക്ക്, മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കുമതിയെനിക്ക്. ഹലോ ആൻറ്റി, നന്നായിട്ട് പാടി കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഈ പാട്ട് കേൾക്കുന്നേ, പക്ഷെ നന്നായിരുന്നു, അതിമനോഹരായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിൽ. എന്നാലും കൊള്ളാലോ. പക്ഷെ പഠിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ? നന്നായിരുന്നേനെ ഇതിനേക്കാളും. ഓക്കെ ആൻറ്റി, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ഇതാണ്: അവിടുത്തെ തോടുകളും മണ്ണും നിലവുമൊക്കെ എന്തായാണ് മാറുന്നത്? അവിടുത്തെ തോടുകൾ കീലായും മണ്ണ് ഗന്ധകമായും നിലം കത്തുന്ന കീലായും ഭവിക്കും. ഉറപ്പാണോ? അതെ മോളെ, ഉറപ്പാണ്. ഉറപ്പാണെങ്കിൽ ശരി ഉത്തരവാണ് ആൻറ്റി. കീല്, ഗന്ധകം, കത്തുന്ന കീല്. ഓക്കെ, അപ്പോൾ ഇനി അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ആൻറ്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്: യഹോവ ആർക്കു വേണ്ടി പ്രതിക്രിയ ചെയ്യാനുള്ള വർഷമാകുന്നു അത്? ചോദ്യം മനസ്സിലായില്ല. ഓക്കെ, യഹോവ ആർക്കു വേണ്ടി പ്രതിക്രിയ ചെയ്യാനുള്ള വർഷമാകുന്നു അത്? ഈ പറഞ്ഞതൊക്കെയും യഹോവ പ്രതിക്രിയ ചെയ്യുവാണ് ആർക്കോ വേണ്ടി. ആർക്ക് വേണ്ടിയുള്ള പ്രതിക്രിയ? എന്തോ? സിയോന് വേണ്ടി. ശരി ഉത്തരവാണ് ആൻറ്റി. ഓക്കെ, അപ്പൊ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുവാണ്. സന്തോഷായോ?
സന്തോഷായി മോളെ. ഓക്കെ, നമ്മളിനി വിളിക്കുമല്ലോ. തീർച്ചയായിട്ടും വിളിക്കും. ഓക്കെ ആൻറ്റി, വളരെ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു മോളെ. ദൈവം നല്ല അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻറ്റി, താങ്ക് യു. നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് റീന ആൻറ്റി ആയിരുന്നു. ആൻറ്റി 4 ചോദ്യത്തിനും ശരിയുത്തരം നൽകിയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നല്ലൊരു ഗാനം കൂടെ കേൾക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആൻറ്റി തീർച്ചയായിട്ടും ഇനിയും വിളിക്കുക. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റോറിയിലേക്ക് മടങ്ങി വന്നാലോ. നമുക്കറിയാം, ഈ ഇത്രയും കുട്ടികളെയൊക്കെ നന്നായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ആ കുടുംബം മുഴുവനും ഒരു വീഴ്ച പോലും സംഭവിക്കാതെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ ഒരു അത്താണി, അല്ലെങ്കിൽ ആ ഒരു ഏറ്റവും വലിയൊരു വ്യക്തിത്വമാണ് ആ ഭവനത്തിൽ നിന്ന് അവർക്ക് നഷ്ടമായിരിക്കുന്നത്. ആ മാതാവ് അവിടെ ഇപ്പം മരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഒരു അനാഥത്വം ഒക്കെ ഫീൽ ചെയ്യാണ്. അച്ഛന് ഒരുപക്ഷെ ജോലിക്കേക്ക് കടന്നു പോകുന്നു, വീട്ടിൽ ഈ കുട്ടികൾ തനിച്ചാവുന്നു. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ പോലും, സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലും ഈ കുട്ടികൾ തന്നെയാണ് ഭക്ഷണങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും കൊണ്ടുപോകുന്നതും. ഇപ്പോഴായിരിക്കുമല്ലേ ഈ അമ്മയെ കുറ്റപ്പെടുത്തിയതും ഒറ്റപ്പെടുത്തിയതും ഒക്കെ ഈ കുഞ്ഞുങ്ങൾ ആലോചിക്കുന്നത്. ഒരുപക്ഷെ ഈ ഭർത്താവും ഭാര്യ മനസ്സിലാക്കാത്ത ഒരാളായിരുന്നെങ്കിൽ അദ്ദേഹവും തീർച്ചയായിട്ടും ഈ ഒരു സന്ദർഭത്തിൽ പശ്ചാത്തപിക്കുക തന്നെ ചെയ്യും. നമുക്കൊരു ചൊല്ലുണ്ടല്ലോ, കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല, അത് നഷ്ടമാകുമ്പോഴായിരിക്കും അത് എത്രത്തോളം വിലമതിക്കാനാകാത്ത ഒന്നായിരുന്നു നമുക്ക് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ കുടുംബത്തിലും അടുക്കളയിൽ ചെന്ന് നോക്കിയാൽ നമ്മുടെ അമ്മമാർ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുമല്ലേ. എത്ര പേരാണ് സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ അമ്മേ ആഹാരം നന്നായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അവരുടെ മുഖത്തൊരു പുഞ്ചിരി കാണാനായിട്ട് സാധിക്കും. അവർക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരിക്കും, എന്തൊക്കെയോ നേടിയ ഒരു ഫീലായിരിക്കും അവർക്കുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ഒറ്റപ്പെട്ടു പോകാൻ അമ്മമാരെ അനുവദിക്കാതെ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അഭിനന്ദിക്കാൻ നാം തീർച്ചയായിട്ടും പരിശീലിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. കാരണം അവരെത്രത്തോളം, എത്ര നേരം അല്ലെങ്കിൽ എത്ര കാലം നമ്മോടൊപ്പം ഉണ്ടാവുമെന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല. ഉള്ളിടത്തോളം എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുക തന്നെ വേണം. നമുക്ക് അടുത്ത കോൾ വരുന്നുണ്ട്, ആരാന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇത് ആരാ സംസാരിക്കുന്നേ? കോട്ടയം പാമ്പാടിയിൽ നിന്ന് ഏലിയ മൊറീസാണ് സംസാരിക്കുന്നത്. ഏലിയ ആൻറ്റി സുഖായിരിക്കുന്നോ? സുഖായിരിക്കുന്നു. ഓക്കെ ആൻറ്റി, അപ്പൊ നമ്മുടെ പ്രോഗ്രാം മുടങ്ങാതെ കാണാറുണ്ടല്ലോ? ഉണ്ട്. ഓക്കെ, അതിനൊരു മുടക്കവും വരാറില്ല അല്ലേ ആൻറ്റി? അതിനൊരു മുടക്കവും വരാറില്ല. ഓക്കെ ആൻറ്റി, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, ആൻറ്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ എങ്ങനെ, എവിടേക്കാണ് മടങ്ങി വരുന്നത്? ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. ശരി ഉത്തരമാണ് ആൻറ്റി, ഉല്ലാസ ഗീതത്തോടെ സിയോനിലേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പൊ ആൻറ്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഉല്ലാസ ഗീതത്തോടെ സിയോനിലേക്ക് മടങ്ങി വരുന്നവരുടെ തലമേൽ ഉണ്ടായിരിക്കുന്നത് എന്താണ്? നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. ശരി ഉത്തരമാണ് ആൻറ്റി, നിത്യാനന്ദം. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനുമ്പായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ ആൻറ്റി ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാട്ട് പാടിയില്ല എന്നൊരു പരാതി പറഞ്ഞു. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. നമ്മൾ റെഡിയാണ്. എല്ലാ പ്രാവശ്യവും പാടുന്നുണ്ട്. ഓക്കെ, അപ്പൊ പാടിക്കോളൂ ആൻറ്റി, നല്ലൊരു പാട്ട് പാടിക്കോളൂ. തങ്കച്ചിറ ചക്രകൂടാതെ തള്ളി സങ്കരം ഞാൻ കൊടു
തങ്ങർക്കെന്നോർത്തിടാ സങ്കടപ്പെട്ടിടുന്നു തള്ളി സങ്കടം ഞാൻ കൊടു തന്നർക്കെന്നോർത്തിടാ സങ്കടപ്പെട്ടിടുന്നു. ഓക്കെ. ഉല്ലാസഗീതത്തോടെ സിയോനിലേക്ക് മടങ്ങി വരുന്നവർ പ്രാപിക്കുന്നത് എന്താണ്? അവരിൽ നിന്ന് ഓടിപ്പോകുന്നത് എന്താണ്? അവരെന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഉല്ലാസഗീതത്തോടെ സിയോനിലേക്ക് മടങ്ങി വരുന്നവർ പ്രാപിക്കുന്നത് എന്താണ്? അവരിൽ നിന്ന് ഓടിപ്പോകുന്നത് എന്താണ്? 2 ക്വസ്റ്റ്യൻ ഉണ്ട്. നിത്യാനന്ദം അവരുടെ തലങ്ങളിൽ ഉണ്ടായിരിക്കും. ആ, ഓക്കെ. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഓടിപ്പോകും. വളരെ ശരി ഉത്തരമാണ് ആൻറ്റി. ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഇത് തന്നെയാണ് നാം യേശുവിനെ പ്രാപിക്കുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സാന്നിധ്യം നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. എപ്പോഴും ഏതൊരു അവസ്ഥയിലും നാം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക തന്നെ ചെയ്യും, പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ. ഓക്കെ ആൻറ്റി, ഇനി ഒരൊറ്റ ചോദ്യമേ അവശേഷിക്കുന്നുള്ളൂ. ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പം ആൻറ്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണേ. ഉല്ലാസഗീതത്തോടെ സിയോനിലേക്ക് മടങ്ങി വരുന്നവർക്ക് അവിടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ്? ഇതാണ് ചോദ്യം. ആനന്ദവും സന്തോഷവും മാത്രം, പിന്നെ എന്തവിടെ കാണത്തില്ല? കാണില്ല. വളരെ ശരി ഉത്തരമാണ്. ദുഃഖവും നെടുവീർപ്പും ഇല്ല, ആനന്ദവും സന്തോഷവും മാത്രം. അപ്രകാരം ഒരു സിയോൻ ജീവിതം, സ്വർഗീയ ജീവിതം, സന്തോഷത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും എത്താനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ ആൻറ്റി, അപ്പോൾ വിളിച്ചതിൽ വളരെ സന്തോഷം. അപ്പോൾ 4 ചോദ്യത്തിനും ശരിയുത്തരം നൽകിയിരിക്കുവാണ്. സന്തോഷമായോ? സന്തോഷമായി. അപ്പൊ ഇനിയും ഓക്കെ ആൻറ്റി, അപ്പൊ ഇനിയും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ. ഓക്കെ ആൻറ്റി. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് ഏലിയാമ്മ ആൻറ്റി ആയിരുന്നേ. അപ്പോൾ ഏലിയാമ്മ ആൻറ്റി 4 ചോദ്യത്തിനും ശരിയുത്തരം നൽകിയിരിക്കുവാണ്. അപ്പോൾ കൺഗ്രാജുലേഷൻസ് ആൻറ്റി. അപ്പോൾ ഇനിയും നമ്മളെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു അധ്യായത്തിലേക്ക്, ആ സ്റ്റോറിയിലേക്ക് കടന്നു വന്നാലോ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നേ, ഇത്രയേറെ സ്നേഹവും സന്തോഷവും കൊടുത്ത് വളർത്തിയ മക്കളും ഭർത്താവും ഒക്കെ തള്ളിപ്പറഞ്ഞ ആ ഒരു സ്ത്രീ അവിടെ ഇല്ലാതായപ്പോൾ ആ സ്ത്രീയുടെ ആ ഒരു കുറവ് ഏറ്റവും വലുത് തന്നെയായിരുന്നു അല്ലേ? ഇതുപോലെ തന്നെയാണ് യേശുവും തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത്. യേശു ഭൂമിയിലേക്ക് വന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഭൂമി അദ്ദേഹം മുഖാന്തരമാണ് ഉളവായത് പോലും. എന്നിട്ടും അദ്ദേഹത്തെ ഈ ലോകം അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. അത് എത്ര സങ്കടകരമായിട്ടുള്ള കാര്യമാണല്ലേ? ഇതുപോലെ ഒരു അമ്മയിൽ നിന്നാണ് ഒരു കുടുംബം തന്നെ, അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങൾ തന്നെ ഉണ്ടാകുന്നത്. ആ കുഞ്ഞുങ്ങൾ അവരുടെ സ്നേഹം അറിയാതിരിക്കുന്ന എത്ര വേദനയാണോ, അതിനേക്കാൾ തീവ്രമായിരുന്നു യേശുവിൻ്റെ വേദന എന്നുള്ളത്. അദ്ദേഹം ഈ ലോകത്തിലേക്ക്, അവനുള്ളതിലേക്ക് തന്നെ വന്നു. അവൻ മുഖാന്തരം ലോകമുളവായി. എന്നിരുന്നാൽ പോലും ആ ലോകത്തിലുള്ളവർ അവനെ അറിഞ്ഞില്ല. അദ്ദേഹം ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ ആർക്ക് വേണ്ടിയായിരുന്നു? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. നമ്മുടെ ജീവൻ രക്ഷിക്കാൻ സ്വയം ബലിയാടാവാനായിരുന്നു അദ്ദേഹം ഈ ഭൂമിയിലേക്ക് വന്നിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് കിട്ടേണ്ട സ്വീകരണമായിരുന്നോ നാം ഓരോരുത്തരും അവർക്ക് കൊടുത്തത്, അദ്ദേഹത്തിന് കൊടുത്തത്? ഒരിക്കലുമല്ല. നിന്ദയും പരിഹാസവും അതുപോലെ തന്നെ എന്തൊക്കെയാണല്ലേ ഈ ലോകം അദ്ദേഹത്തിന് പറഞ്ഞത് അല്ലെങ്കിൽ ചാർത്തിക്കൊടുത്തത്. അത്രയേറെ അപമാനിതനായി സ്വന്തം ജീവിതം ത്യജിച്ച് അദ്ദേഹം ഇഹലോകം വെടിഞ്ഞിട്ട് പോലും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നാമം പലയിടത്തും ദുഷിക്കപ്പെടുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒത്തിരി പേര് അദ്ദേഹത്തെ അറിയുന്നുണ്ടെങ്കിലും പകുതിയിലധികം കൂടുതൽ പേരും അദ്ദേഹത്തെ ദുഷിക്കുന്ന ആ ഒരു അനുഭവം നമുക്ക് എപ്പോഴും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അത് എത്രത്തോളം വേദനാജനകമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരമ്മയെ തൻ്റെ മക്കൾ മനസ്സിലാക്കാതെ പോകുന്നതിനേക്കാളും വേദന തന്നെയല്ലേ അത്? ഓക്കെ, നമുക്ക് അതിലേക്ക് തിരിച്ചു വരാൻ. നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ?
എന്റെ പേര് ഷേബ, ഓക്കെ, എവിടെന്നാ വിളിക്കുന്നേ? ആര്യനാട്. ആര്യനാട്. ഓക്കെ ചേച്ചി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും കുഞ്ഞുങ്ങള്, ഹസ്ബൻഡ്. ഓക്കെ, കുഞ്ഞുങ്ങള് എത്രയായി? പ്രായം എന്തായി? മോള് 2ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, മോൻ LKG. ഓക്കെ, അപ്പം കുഞ്ഞുങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ആ, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഹസ്ബൻഡ് എന്ത് ചെയ്യുവാ? ഹസ്ബൻഡ് ഡ്രൈവറാണ്. ഡ്രൈവറാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? ആ, കാണാറുണ്ട്. കാണാറുണ്ട്, ഇഷ്ടമാണോ? ആ, ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആ, പോകാം. ഓക്കെ, അപ്പോൾ ഷേബയ്ക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണേ. പനിനീർ ചെടി പോലെ പുഷ്പിക്കുന്ന നിർജ്ജന പ്രദേശത്തിന് എന്തിൻ്റെയൊക്കെ വൈശിഷ്ട്യമാണ് നൽകപ്പെടുന്നത്? ഇതാണ് ചോദ്യം. ലെബനോൻ. ഓക്കെ, മനസ്സിലായി. ഓക്കെ, ആൻസർ പറഞ്ഞോളൂ. ലെബനോന്റെ മഹത്വവും കർമ്മേലിന്റെയും ഷാരോന്റെയും വൈശിഷ്ട്യവും. ഉറപ്പാണോ? ആ, അതെ, ഉറപ്പാ. ഉറപ്പാണെങ്കിൽ ശരി ഉത്തരമാണേ. ലെബാനോന്റെ മഹത്വവും കർമ്മേലിന്റെയും ഷാരോന്റെയും വൈശിഷ്ട്യവും. ഓക്കെ, അതെ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. റെഡിയാണോ? ആ, റെഡിയാണ്. ഷേബയ്ക്ക് വേണ്ടിയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ദൈവത്തിന്റെ വരവിൽ കുരുടന്മാർക്കും ചെകിടർക്കും എന്താണ് സംഭവിക്കുന്നത്? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അവരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ചെവികൾ അടഞ്ഞിരിക്കയില്ല. തീർച്ചയായിട്ടും ദൈവത്തെ കാണുന്നവർക്ക് ഒന്നിനും ഒരു വൈകല്യവും ഉണ്ടാവുകയില്ല ഇനി മേലാൽ, അല്ലേ? ശരി ഉത്തരമാണ്. അവരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ചെവികൾ അടഞ്ഞിരിക്കുകയില്ല. മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് ഷേബയുടെ ഹോബീസ് എന്തൊക്കെയാ? ഫ്രീ ടൈം കിട്ടുമ്പോൾ എന്തൊക്കെയാ ചെയ്യുന്നേ? ഞാൻ ബുക്കുകൾ വായിക്കും, പാട്ട് കേൾക്കും. പാട്ട് കേൾക്കും. പാട്ട് പാടാറുണ്ടോ? ഇഷ്ടാണോ? ഇല്ല, പാടാറില്ല, കേൾക്കാനാണ് ഇഷ്ടം. കേൾക്കാനാണ് ഇഷ്ടം. അപ്പൊ നൈസായിട്ട് അങ്ങ് ഒഴിവായി. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ അതിനെക്കുറിച്ച് ഒരു 2 സെന്റൻസ് പറയുമോ? ആ, ഷേബയുടെ അമ്മ ഇപ്പൊ എന്ത് ചെയ്യുവാ? അമ്മ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. ഓക്കെ, അമ്മയുടെ വീട്ടിൽ തന്നെയാണ്. ആ, അതെ. ഓക്കെ, അടുത്തില്ല. അപ്പോൾ അമ്മ അടുത്തില്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ, അതായത് വലിയ വല്ലാത്തൊരു വിഷമം തോന്നാറുണ്ടോ? ആ, അതെ, തീർച്ചയായും. അതെന്തുകൊണ്ടാ? അമ്മയുടെ സാമീപ്യം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. കാരണം അമ്മയുടെ അടുത്തെത്തുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കുഞ്ഞാണ്. ഓക്കെ, അപ്പൊ ഞാൻ വേറൊരു രസകരമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോ വിവാഹത്തിന് മുൻപ് ഫുൾ ടൈം അമ്മയുടെ ഒപ്പം ആയിരുന്നല്ലോ. അപ്പൊ അമ്മയും ഷേബയായിട്ട് എപ്പോഴും സ്നേഹത്തിലായിരുന്നോ, അതോ തല്ലൊക്കെ പിടിക്കാറുണ്ടോ? കുഴപ്പമില്ല, ഇടയ്ക്ക് ചെറുതായിട്ട് തല്ലൊക്കെ കിട്ടാറുണ്ട്. കിട്ടാറുണ്ട്. ആ സമയത്ത് അമ്മയെ വെറുക്കാറുണ്ടോ? അതായത് അയ്യോ ഇതെന്തിനാ ഈ അമ്മ എന്നെ ഇങ്ങനെ തല്ലുന്നേ, അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് നിരാശപ്പെടാറുണ്ടോ? ദേഷ്യം തോന്നാറുണ്ടോ അമ്മയോട്? ഇല്ല, അങ്ങനെ തോന്നാറില്ല. അതെന്തുകൊണ്ടാ? ഇല്ല, അമ്മ ആ സമയത്ത് എന്തെങ്കിലും തിരക്കിലായിരിക്കുമല്ലോ, നമ്മളാണല്ലോ അങ്ങോട്ട് ചെന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ദേഷ്യം തോന്നാറില്ല. ഇല്ല. ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളുണ്ടല്ലോ, അമ്മയും അച്ഛനെയും ഒക്കെ എതിർത്ത് സംസാരിക്കുകയും അവരിത്തിരി ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ആത്മഹത്യയിലോട്ടും അല്ലെങ്കിൽ വീട് വിട്ട് ഇറങ്ങി പോകാനൊന്നും മടിക്കാത്ത കുട്ടികളാണ് ഇപ്പോഴുള്ളത്. അപ്പോ അവരെ എങ്ങനെ എപ്രകാരം അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്കും സ്നേഹത്തോടെ അടുപ്പിക്കാമെന്നാണ് ഷേബ കരുതുന്നത്? അതായത് എങ്ങനെ അവർക്ക് അമ്മയുടെ അച്ഛൻ്റെ പാരൻസിന്റെ സ്നേഹം മനസ്സിലാക്കി കൊടുക്കാം? അതിനെക്കുറിച്ചൊരു 2 സെന്റൻസ് പറയാൻ പറ്റുമോ? നമ്മള് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പ്രധാനം എന്ന് പറയുന്നത് ജോലിയാണ്. അപ്പൊ ഞങ്ങൾക്ക് കൂടുതലായിട്ട് കുട്ടികളെ മനസ്സിലാക്കുവാനൊന്നും സാധിക്കത്തില്ല. പക്ഷെ നമ്മള് ഞങ്ങളുടെ കുട്ടികളോട് അധികം സമയം സ്പെൻഡ് ചെയ്യണം. നമ്മൾ അവരുടെ വിശേഷങ്ങളൊക്കെ മനസ്സിലാക്കണം, അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കണം.
അങ്ങനെ Okay. നമ്മൾ അവരോട് സ്നേഹത്തിൽ Friendly പെരുമാറുമ്പോൾ ആവണം. എന്തായാലും ഉറപ്പായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് അതേ രീതിയിൽ തന്നെ പെരുമാറും. ഓക്കെ, അപ്പോൾ ഷേബ പറയുന്നത് നമ്മൾ എത്രത്തോളം ഫ്രണ്ട്ലി ആകുന്നു അത്രത്തോളം കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് വരും. അതെ. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാം. ഓക്കെ, ഷേബയ്ക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്. മുടന്തന്മാർ ചാടി ഓടുന്നത് ഏത് മൃഗത്തെ പോലെയാണ്? മാൻ. മാൻ, ശരി ഉത്തരമാണ് കേട്ടോ. അടുത്ത നാലാമത്തെ അവസാനത്തെ ചോദ്യമാണേ. ഓക്കെ. ചോദ്യം ഇതാണ്. സന്തോഷത്തോടെ പാടുന്നത് ആരുടെ നാവാണ്? ഊമന്റെ. ശരി ഉത്തരവാണ് ഷേബ, ഊമന്റെ. ഓക്കെ, അപ്പൊ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. ഹാപ്പി ആയോ? ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ ഇനിയും നമ്മൾ വിളിക്കുക, പ്രോഗ്രാം കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ. ഓക്കെ ഷേബ, വിളിച്ചതിൽ സന്തോഷം. ബൈ. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് ഷേബയായിരുന്നു കേട്ടോ. അപ്പോൾ ഷേബയും 4 ചോദ്യത്തിനും ശരിയുത്തരം നൽകിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇനിയും നമ്മളെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു വചനത്തിലേക്ക് കടന്നു വരാം. യേശു തനിക്കുള്ളതിലേക്ക് കടന്നു വന്നു. താൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടതിലേക്ക് അദ്ദേഹം ഒരു സൃഷ്ടാവ് കടന്നു വരുവാണ്. പക്ഷേ നാം കൊടുത്ത സ്വീകരണം അതത്ര നന്നായിരുന്നില്ല. ഒരിക്കലും അദ്ദേഹത്തെ നാം തിരിച്ചറിഞ്ഞിരുന്നതേയില്ല. പക്ഷെ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇവൻ സത്യമായ നീതിമാനായിരുന്നുവെന്ന് അദ്ദേഹത്തെ ഉപദ്രവിച്ച പടയാളിക്ക് തന്നെ മനസ്സിലാകുന്ന ഒരു സന്ദർഭം നമുക്ക് ബൈബിളിൽ വായിച്ച് കാണാവുന്നതാണ്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഷേബ് പറഞ്ഞതുപോലെ ഓർഫണേജ്, അതായത് ഓൾഡ് ഏജ് ഹോമൊക്കെ വർദ്ധിച്ചു വരികയാണ്. നാം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇപ്പോൾ ഷേബ് ഒരു കാര്യം പറഞ്ഞു, നമുക്ക് നമ്മുടെ ജോലിക്ക് കടന്നു പോകേണ്ടത് വലിയ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്, വളരെ പ്രാധാന്യമേറുന്നൊരു കാര്യമാണ്. കാരണം ഈയൊരു ലോകത്ത്, ഈയൊരു കാലഘട്ടത്തിൽ അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടെങ്കിലേ ഒരു കുടുംബം മുന്നോട്ട് പോകുമെന്ന് നാം പലപ്പോഴായി കേൾക്കുന്നു അല്ലേ? അതുപോലെ അച്ഛനും അമ്മയും ഒരുപോലെ അധ്വാനിക്കാനായിട്ട് കടന്നു പോകുമ്പോൾ ഒറ്റപ്പെടുന്നത് ഈ മക്കളാണ്. അവരുമായിട്ട് സമയം ചെലവഴിക്കുക എന്നൊക്കെ ഷേബ ഇപ്പം പറഞ്ഞു. അത് തന്നെയാണ് അവരുമായിട്ടുള്ള സ്നേഹം വർധനവിന് കാരണമാകുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ നമുക്ക് സമയമില്ല, നാം ജോലിക്ക് പോകുന്നു, അതുകൊണ്ട് അച്ഛനെയും അമ്മയെ നോക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അച്ഛനെയും അമ്മയെ ഓൾഡ് ഏജ് ഹോമിലേക്ക് കൊണ്ടാക്കുന്നത്. ഇപ്പോൾ വിദേശത്ത് പോകുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കി, തിരിച്ച് ചിന്തിച്ചേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം സാക്രിഫൈസാണ് ചെയ്യുന്നത്. ഇപ്പോൾ വിദേശത്തേക്ക് ഒരു ജോലി നമുക്ക് സെറ്റാവുന്നു എന്നുണ്ടെങ്കിൽ മക്കളെ ഓർത്ത് എത്രയോ പേര് അത് ഉപേക്ഷിക്കുന്നു. ഇതുപോലെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി നമ്മുടെ ചെറിയ ചെറിയ, അല്ലെങ്കിൽ ഒത്തിരി വലുതായിക്കോട്ടെ, വലിയ വലിയ കരിയർ തന്നെ നഷ്ടപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും വിദേശത്ത് പോയത് കൊണ്ട് മാത്രം ഒരാൾ രക്ഷപ്പെടുന്നു എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. ദൈവാനുഗ്രഹം കൂടെ വേണം. ആ അനുഗ്രഹം വേണമെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം ഒരുപോലെ ഉണ്ടായിരിക്കണം. നമുക്ക് വേണ്ടി സ്വന്തം ജീവിതവും ഓരോ സ്വപ്നങ്ങളും ത്യജിച്ച അച്ഛനെയും അമ്മയും വാർദ്ധക്യത്തിലാകുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ ത്യജിച്ച് അവരെ കൂടെ നിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. അപ്രകാരം അവരെ നോക്കുവാനും അവരെ സംരക്ഷിക്കുവാനും സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന സമീക്ഷയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.